എടാ ഇതെന്താ പരിപാടി എന്തായിരിക്കും? നമ്മുടെ കയ്യിൽ ബാറ്റ് തരും, പറക്കി എടുത്തിട്ട് അടിച്ചോണം. അതാണ് പരിപാടി. നമ്മൾ 7 പേര് ഒരു ടീം. ഓപ്പൺ ഗ്രൗണ്ട് ആണോ? ഹീലൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു തവണ നമ്മൾ അകത്ത് കയറ്റുമ്പോൾ മാത്രം ചെയ്യാം. ഇവൻ ബ്ലാക്കിന് കയറ്റുകൊണ്ട സാധനം. ഇതല്ലേ ലൊക്കേഷൻ പറഞ്ഞത്? അണ്ണാ എന്റെ ഇടുപ്പിൽ തോക്കണ്ടേ? ഇവന്റില് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ഫൈറ്റ് ആണത്. നമ്മുടെ സർപ്പട്ട വേഴ്സസ് എലി വിദ്യാലയ. ഇതൊരു ചരിത്ര പോരാട്ടം. ഇതൊന്നും കൊണ്ട് അകത്തോട്ട് വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ ചെക്കിങ്ങിന്റെ ഏരിയയിൽ നിന്ന് ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുന്നത് ദയവായിട്ട് നിർത്തേണ്ടതാണ്. എല്ലാരും ഒന്ന് മാറി തരണ്ട. എനിക്ക് ബാറ്റ് കിട്ടിയില്ല. ബാറ്റ് ടോണി ബാറ്റ് നമ്മുടെ ലീഡർ കണ്ണാപ്പി. ഹലോ ഈ എൻഡിലോട്ട് വരാൻ പറ്റും നോക്കേ. ഈ എൻഡ് അങ്ങനെയാണെങ്കിലേ നമ്മളെല്ലാം റേഡിയോ കണക്ട് ചെയ്യടാ. റേഡിയോ ഏത് റേഡിയോ? 81 നമ്മുടെ റേഡിയോ. ചന്ദ്ര ഏത് ഏരിയയിൽ നിൽക്കുന്നേ നിങ്ങള്? അപ്പുറത്തെ ഈ ഏരിയ? നമ്മള് അപ്പുറ സൈഡ് അന്ന് അപ്പുറത്ത് വരാമോ എല്ലാരും? ഹലോ, നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ഹലോ ചന്ദ്ര, കണ്ടസ്റ്റൻസ് ആരൊക്കെ? ഓക്കെ. എല്ലാവരുടെയും പുട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? എല്ലാം സെറ്റാണ്. നമ്മള് ഒരു അടിക്കാൻ സാർപ്പാട്ട പരമ്പരയുടെ ഒരു ഇതാണ് ഡ്രസ്സിംഗ് സെൻസ്. നമ്മള് റേഡിയോ കോള്, അതായത് റേഡിയോ കോള് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ മൂലയിൽ ഞാൻ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടേക്കാം. ഓക്കെ, കമന്ററി ബോക്സ് നമ്മള് കമന്ററി ബോക്സ് രണ്ടൂന്ന് പരിപാടി പറയുള്ളൂ. നിങ്ങളെന്ത് കിടിലോ ഗൈസ്? നിങ്ങളില്ലായിരുന്നു ഒരു തോക്ക് പോത്തില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്ത് അടിപൊളിയാ, നിങ്ങൾ എന്തൊരു കിടിലോ. സൗണ്ട് കേൾക്കുന്നില്ല നിന്റെ. ഹലോ, ഓപ്പോസിറ്റ് എലി വിദ്യാലയാണ്. ഒരു ബാറ്റ് കുറവുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കുവോ? അവിടെ ചന്ദ്രബോസ് ടോണി ഒരു ബാറ്റ് നേരെ കാണാൻ കുറ്റിക്കാട് കണ്ടോ? ഹീലി കാണാൻ നേരെ കാണാം. അതിന്റെ അകത്ത് കയറിയേ ചെയ്യാവുള്ളൂ, ഇല്ലേ തൂക്കുവേ. ഇങ്ങോട്ട്
നൈസായിട്ട് ഇന്നേക്ക് ഒരു പുടി എന്ന് പറഞ്ഞ് ചെയ്യുക ഇറങ്ങുക. ഓക്കെ ഓക്കെ അണ്ണാ സാധനം ഉണ്ടോ കയ്യില് ഹീലിങ്സ് ഉണ്ടോ? ഉണ്ട് ഹലോ ബ്രോ. ഇല്ല ഇവിടെ ഗാലറി പോയിരിക്കും. ഗാലറി സെറ്റല്ലേ? അണ്ണന്റെ ദേഹത്തെ ഒരു തരി മണ്ണ് വീഴാതെ നമ്മൾ നോക്കിക്കോളാം. ഒരു തരി മണ്ണ് അണ്ണന് ചുറ്റും മനസ്സിലായി. അണ്ണന് ചുറ്റും ഇങ്ങനെ പേടിക്കണ്ട. നിങ്ങൾക്കറിയാലോ എന്നെ. ഇല്ല എനിക്ക് അണ്ണ ഇത് മനസ്സിലായി. കൊമ്പം മീശൊക്കെ ഉള്ളോണ്ട് എല്ലാരും മുട്ടത്തന്നെ. ഞാൻ ഇതില് അണ്ണാ എന്റെ ഇടുപ്പിൽ തോക്കണ്ടേ കണ്ടാ? ഇവന്റില് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ഫൈറ്റ് ആണത്. നമ്മുടെ സർപ്പട്ട വേഴ്സസ് എലി വിദ്യാലയ. ഇതൊരു ചരിത്ര പോരാട്ടം. അല്ലല്ല അണ്ണനെ അണ്ണ തലക്കിട്ട് ഒരടി കൊണ്ട് ചത്തു കേട്ടാ. ആൾക്കാരെ വിളിച്ചടാ. ബ്രോ 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 ഒന്നെങ്കിൽ ഇപ്പൊ വരും ആള് വരും പൊക്ക ഇപ്പൊ ഹെൽമെറ്റിന്റെ ഒറ്റയടിക്ക് ചാവും. ഹെൽമെറ്റ് വെക്കണം റിഫ്രഷ് ചെയ്യുന്നോണോ എല്ലാരും. അന്ന് എനിക്ക് ഹെൽമെറ്റ് ഇല്ല. പെറ്റ് മെനു തരുമെന്ന് ചോദിക്കാം. പെറ്റ് മെനു വെയിറ്റ് ചെയ്യണം. ഇല്ല എന്തോന്ന് അറിയണല്ലോ. അല്ല ഇവന്റിന്റെ അകത്ത് കയറി പോയില്ല ചിലപ്പോ തരും. ഇതിനകത്തും അടികൊള്ളു. സോറി കേട്ടോ. വടി വെച്ച് മാത്രമേ അടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് വെച്ച് അടിക്കണ്ടേ. ഹീലർക്കാ വേണ്ടേ? അവിടെ അവന് അടിയിലൊന്നും ഒപ്പടന്നെ മാറണേ. ഓക്കെ ഹെൽമെറ്റ് എങ്ങനെ വെക്കൂടാ? ഹെൽമെറ്റ് ഇല്ല. ഹലോ നിങ്ങൾക്ക് ഹെൽപ്പ് ഇട്ടാൻ പറ്റുമോ? ഇതായി പോവും, ഫേവറേറ്റ് ആയി പോവും. ഞാനൊരു കാര്യം പറയട്ടെ, അപ്പുറത്തുള്ള ആർക്കും ഇല്ല ഹെൽമെറ്റ്. ഞാനൊരു സാധനം വെച്ചേടാ പൊരയാടി മോനെ. അണ്ണാ നമ്മുടെ ലെവി ഹെൽമെറ്റ് അണ്ണ ഹെൽമെറ്റ് ഇല്ല, എങ്കിട്ട് ഹെൽമെറ്റ് ഇല്ല. നിങ്ങ ഹെൽമെറ്റ് ഊര്, നമ്മൾ പാവപ്പെട്ടവര് പാവപ്പെടുമ്പോ ഹെൽമെറ്റ് ഊര്. ഹെൽമെറ്റ് ഊരുവോ? ഹെൽമെറ്റ് ഇട്ടിട്ട് അടിക്കാൻ പറ്റില്ല. ഹെൽമെറ്റ് നമുക്കൊന്ന് ഹെൽമെറ്റ് തരുമോ? ഹെൽമെറ്റ് എന്തോ ചെയ്തപ്പോ വന്ന എല്ലാവർക്കും അവർക്കും കൊടുക്കുമായിരിക്കും. ഹലോ ബ്രോ, നമ്മളെല്ലാരും ഒരുമിച്ചുള്ളതാ. എന്തുവാ പറയണേ? അല്ലല്ല ചോദിച്ചു പച്ച ചോദിച്ചാണ്. അല്ലല്ല അതെ നമ്മുടെ കൂട്ടത്തിലാണ്. നമ്മൾ ഇത്ര പേര്
റിഫ്രഷ് ഇവനെ കൊണ്ട് ഇടയ്ക്ക് ഒരു അടിയൊക്കെ കിട്ടി താഴെ വീഴുമ്പോ റിഫ്രഷ് അടിച്ച് സ്പാം ചെയ്താൽ മതി നമ്മൾ രക്ഷപ്പെട്ടു. ഇതാ ഞാനാ ഇവിടെ നിക്കുന്നേ. എടാ ഞാൻ ഇവിടെ നിക്കുന്നേ ഞാൻ. അണ്ണനെ ഇത് കടി കടിയാണ്. സോറി ഇങ്ങോട്ട് തന്നെ വാസണ്ണ അല്ല വാസണ്ണ നമ്മൾ സമ്മതിച്ച അവർക്ക് ഹെൽമെറ്റ് കൊടുക്കാന്ന് എന്ത് ചെയ്യണം? ഏത് ദിവസം ചന്ദ്ര ചന്ദ്ര അല്ല മോഹ ചന്ദ്ര അണ്ണാച്ചി அந்த ഹെൽമെറ്റ് ഊരി വെക്ക முடியுமா? അതെ മോഹ അതെ അവരുടെ കഴിവ് പറ്റുമെങ്കിൽ അവർ ഹെൽമെറ്റ് ഇട്ട് വരണമായിരുന്നു. നമ്മളെ കുഴപ്പമില്ല. നമ്മുടെ ബാക്കിയുള്ള അലിന അലിന please. തുടക്കല്ലേ അടി തുടക്കല്ലേ അലിന അലിന please please please. തോൽക്കും നമുക്ക്. അതെ മത്സരം നമുക്ക് ബ്രോ ഇത്രയും ഡീൽ കളിച്ചു നമ്മൾ മാത്രം എന്താ ഡീല് ബ്രോ? എനിക്കെങ്ങനെ അറിയാം? ഞാനല്ല ഇവന്റ് നടത്തുന്നതോ അവരെ നടത്തുന്നതോ അവരുടെ ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാം? നമ്മളെല്ലാം ഷട്ടു ഞാൻ ഇപ്പൊ തൊട്ട് റെഡിയായി ഇവിടെ നിൽക്കുവോ ഈ മൂലയ്ക്ക്? കാണുന്നില്ലേ ബ്രോ? എനിക്കെങ്ങനെ അറിയാം? ഞാനാണോ ഡിലേ ആക്കണം? ഞാൻ റെഡിയാ, ഞങ്ങളെല്ലാരും റെഡിയാ. അതെ ഞാനൊരു 10-40 വരെ കൊന്നറി കൂടെ എന്നോണെ. ചെറിയൊരു ഡിലേ ചെറിയൊരു ഡിലേ ഉണ്ടെന്ന് അവരെന്നെ അനൗൺസ് ചെയ്യുന്നത്. എന്താന്ന് ആർക്കറിയാം? എനിക്കറിയുന്നത് എങ്ങനെ? ഓടുന്ന കുറെ എണ്ണം ഞാൻ ഇവിടെ അടിച്ചിട്ടോട്ടെ, ഷൂറായിട്ട് അടിച്ചിട്ടേ. വീണ്ടും അവന്മാര് കയറിട്ട് അടിച്ചു പുറത്തിറങ്ങും. നമ്മളിപ്പോ അവർക്ക് വേണ്ടി കോംപ്രമൈസ് ഹെൽമെറ്റ് ഊരി കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ അവരടുത്ത് പോയിട്ട് ഒരു കാര്യം നോക്കണം കടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഹെൽമെറ്റ് ഉണ്ട്, ഹെൽമെറ്റ് അടിച്ചു വന്നേ. അതിനുള്ള ആളുകളെ ഇത് സ്ട്രാറ്റജിക് പ്ലേസ് ആണ്. നിങ്ങൾ ഇത് ബുദ്ധിപരമായി ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ എവിടെ പോയതാ? എവിടെ പോയതാ? എങ്ങോട്ട് വന്നതാ? ഇത് സ്കൂളാന്ന് വിചാരിച്ചോ? ഇത് സ്കൂള്. ചന്ദ്ര ഇങ്ങോട്ട് വന്നേ, ചന്ദ്ര ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തിൽ എനിക്ക് എന്തായാലും ബുദ്ധിയില്ല, അതറിയാലോ നിനക്ക്. എലിയെടുത്ത് പോയി ഞാൻ ചുമ്മാ ഒന്ന് ഇതൊക്കെ പോയി നമുക്ക് ഹെൽമെറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായ? അടിച്ചിട്ടേ അടിച്ചിട്ടേ ഹെൽമെറ്റ് വേണ്ടെന്ന് പറഞ്ഞെന്ന്. ഓരോരുത്തരുടെ നോട്ട് വിട്ട് ഒറ്റ അടിക്കാൻ എല്ലായിടത്തും കാണിച്ചു. എല്ലാരും തലക്കടിച്ച എന്റെ കൈതരിക്കുന്നേ, എന്റെ കൈതരിക്കുന്നേ. എവിടെ? വാ വാ വാ. മില്ലറ്റ് മോഹനെ അറിഞ്ഞൂടാ നിനക്ക്? ആ കാട്ടക്കട എവിടെ ഉള്ളടാ നീ? ഞാൻ ഇവിടെ നാവായിക്കുളം. അതായിക്കോളാം. മില്ലറ്റ് മോഹനെ അറിയൂടാ നിനക്ക്? പ്ലാത്താങ്കര സുനി അറിയോ? നിനക്ക് കാട്ടക്കട എവിടെ ഉള്ളടാ നീ? ഞാൻ ഇവിടെ മറ്റേ പാലത്തിന്റെ താഴെ. പാലത്തിന്റെ ഏഴ് പാലം കലിങ്ങിന്റെ അവിടെ അറിയത്തില്ലേ? അതെ ഒന്ന് ഇറങ്ങിത്താ ബ്രോ പ്ലീസ് ബ്രോ. എന്താണ് ബ്രോ? പുറത്ത് ക്രൗഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പെട്ടെന്ന് തുടങ്ങി അത് നമുക്ക് പിടിക്കാൻ പറ്റാത്ത ചെത്തിലോട്ട്. ഓക്കെ ഓക്കെ അറിയാം ഇതാരാണ്? മാമ പറയണം. കളിക്കാനുള്ളതാണ്. ഓക്കെ ഓക്കെ എന്നാ പെട്ടെന്ന് വിട്ടു. അടുത്ത ആരാ പോയ എനിക്കറിയാം. ചന്ദ്രൻ മാറിക്ക്, ചന്ദ്രൻ കേറട്ടെ. മാറിക്ക് ഒരു സെക്കൻഡ്. വാസണ്ണാണോ? അണ്ണനെ കയറ്റി വരണേ. എല്ലാം പോയടാ. നീ അടിച്ച് കൊന്നടാ എന്നെ. പന്ന കഴിവറാ. ഹെൽമെറ്റ് ഇല്ല, പോയി അത്. അണ്ണാ റീഫ്രഷിനടി ഇതൊക്കെ എന്ത് പഠിക്കാനാ? ഇല്ല എടാ ഞാൻ
നീ മണ്ടനാണാ? റെഡിയല്ലേ? റെഡി ആണെങ്കിൽ കൈ നമ്മള് ഫ്രണ്ടിൽ പുഷ് ചെയ്ത് കളിക്കാം. ഓടി ഓടി ഇതാ സർപ്പാട്ട ഇവിടെ കാണും മുഴുവൻ ടീമും ഒരുമിച്ചിറങ്ങുന്നു. കണ്ടം വഴി കാണാൻ പറ്റും. ഓരോ സെക്കൻഡും നഷ്ടപ്പെടാത്ത ആക്രമണം. ഇടതുവശത്ത് വലതുവശത്ത് കൂട്ടത്തല്ലേ അടിയോടി. ഇതാ നിങ്ങൾ കാണുന്നില്ലേ? വാസവനെ അതാ. അതേപോലെ എവിടെ പോയി ഇത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ആരുടെ ലീഡർ ഡൗൺ. എല്ലാരും ഡൗൺ. അടിയോ ഡൗൺ. ഓ അടി. ഓ മൈ കഴിഞ്ഞില്ലേ എനിക്ക് ആളെ മനസ്സിലാവും. അവന് ഷട്ടിൽ നേരെ ഒന്ന് അടിച്ചടാ. ഒന്നിനെതിരെ ഒരാളെ പോലും അടിച്ചു വീഴ്ത്താൻ പറ്റാത്ത രീതിയിൽ അടിച്ച് വാരി അതിനകത്ത് ഷട്ടില്ലാത്ത ഒരുത്തം വന്ന് എന്നെ അടിച്ചടാ. അടിച്ചറിഞ്ഞില്ലേ? വാ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലേ അടിച്ചു നോക്കുകളോ. അപ്പൊ നിങ്ങൾക്കൊന്നും കാര്യം മനസ്സിലായോ? കാര്യം കൂട്ടത്തില് ഒരാൾ നട്ടലും കൂടി വന്നേ. അത് എലിയുടെ ആണെന്ന് തോന്നണം. ആളും തരമൊക്കെ നോക്കി കളിക്കണേ. മനസ്സിലായോ? ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരാളൊന്ന് വരും. സഹകരിക്കണമെന്ന് ലീഡർ കണ്ണാപ്പി കണ്ണാപ്പി ഉണ്ടോ അവിടെ? കണ്ണാപ്പി ഇവിടെ കണ്ണാപ്പിനെ ഒന്ന് വിളിക്കോ. ഓ ടീമിന്റെ ലീഡർ ഒന്ന് വിളിച്ചോ. ഓ എടാ ഞാൻ റേഡിയോയിലില്ലായിരുന്നല്ലേ. അത് എന്തോ ഒരു കുറവ്. പിങ്ങുവാ പിന്നെ എടാ നമുക്കപ്പൊ ഇനി മാച്ച് ഉണ്ടോ? അടിച്ചു എന്നെ ആരാ വിളിച്ചേ? സാർക്ക് എന്നെ ആരാ വിളിച്ചേ? ഇവിടെ